അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരൊറ്റ കപ്പൽ പോലും ഹോർമുസ് കടലിടുക്ക് വഴി കടക്കില്ല. അത് പൂർണ്ണമായിട്ടും അവരുടെ മുന്നിൽ അടച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എത്രയൊക്കെ പരിശ്രമിച്ചാലും ശരി തന്നെ ഇസ്രയേലും അമേരിക്കയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും പൂർണ്ണമായും കൈക്കലാക്കിക്കൊണ്ട് ഒമാനുമായിട്ട് ഇറാൻ ഒപ്പുവെച്ച പുതിയ സുരക്ഷാ കരാർ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേൽ അച്ചുതണ്ടിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായിട്ടുള്ള തരംഗം സൃഷ്ടിച്ച ഈ ഒരു സുരക്ഷാ ചട്ടക്കൂട് പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ സൈനിക വാണിജ്യ കപ്പലുകൾ കടത്തിവിടാൻ പാടില്ല എന്ന കർശന വ്യവസ്ഥയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ഒരു സമുദ്രപാതയിൽ ശത്രുക്കൾക്ക് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഇറാന്റെ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം പാശ്ചാത്യ ശക്തികളുടെ കപ്പൽ വ്യൂഹങ്ങളെ കടലിൽ നിശ്ചലമാക്കാൻ പോകുന്നതാണ്. ഒമാനെ പോലൊരു സമാധാനപ്രിയ രാജ്യത്തെ തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള സഖ്യത്തിൽ ചേർത്തുകൊണ്ട് ഇറാൻ നടത്തിയ ഈ ഒരു നീക്കം പെന്റഗണിനെയും വാഷിംഗ്ടണിന്റെയും സകല കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ചിരിക്കുകയാണ്. യുദ്ധം കൊതി, അത്യാഗ്രഹം ഒക്കെ ആയിട്ട് പോയ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ട്രംപിന്റെ മൂട്ടിൽ തീ പിടിച്ച പോലെയാണ് ഇപ്പോൾ ഈ ഒരു കരാർ എന്ന് പറയുന്നത്. ഒരു വശത്ത് സമാധാനം ചർച്ചകളുടെ നാടകം കളിക്കുകയും മറുവശത്ത് ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെതിരെ ടെഹ്റാൻ ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആക്രമണവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അല്ലെങ്കിൽ പോകില്ല എന്ന് ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനം വൈറ്റ് ഹൗസിനുള്ള നേരിട്ടുള്ള താക്കീത് കൂടിയാണ്. അത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇനി ഇവിടെ നടക്കില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. തങ്ങളുടെ സൈനിക ആസ്ഥാനങ്ങളും പരമോന്നത നേതാക്കളെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുന്ന ശത്രുക്കളോട് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന സന്ദേശമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറും നയതന്ത്രജ്ഞനും ഈ ലോകത്തിന് മുന്നിൽ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ അത്യാധുനികമായിട്ടുള്ള സൈനിക ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും യുദ്ധകളത്തിൽ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ അമേരിക്കയുടെ ആയുധങ്ങൾ മൊത്തം ചോർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഇറാൻ വീണ്ടും ആ ഒരു വെല്ലുവിളി അവരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും സാമ്രാജ്യത്വ ശക്തികളുടെ സകല ഭീഷണികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ മിസൈൽ പ്രതിരോധ വ്യൂഹങ്ങളും സായുധ സേനയും അതിർത്തികളിൽ സർവസജ്ജമായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെയും വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തങ്ങളുടെ തദ്ദേശീയമായിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിക്കുമ്പോൾ അത് വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്ന പടിഞ്ഞാറൻ സഖ്യത്തിനുള്ള കനത്ത പ്രഹരമാണ്. വിദേശികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങി മിഡിൽ ഈസ്റ്റിൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇറാന്റെ സൈനിക പ്രതിരോധ കരുത്തിനു മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പുതിയ സുരക്ഷാ കരാറും ഒപ്പം ശത്രുക്കളെ അതിർത്തി കടന്ന് ആക്രമിക്കാനുള്ള ഇറാന്റെ സന്നദ്ധയും വ്യക്തമാക്കുന്നത് ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ കൺട്രോൾ റിമോട്ട് ഇപ്പോൾ ടെഹ്റാന്റെ കൈകളിലാണ് എന്നതാണ്. സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങൾക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന ഇറാന്റെ നയതന്ത്ര ആഹ്വാനം മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ പ്രതിരോധ സഖ്യത്തിന് ജന്മം നൽകിയിരിക്കുകയാണ്. ഇതാണ് ഇനി പെന്റഗണിന്റെ ഏറ്റവും വലിയ പേടി. ഈ ഒരു കടുത്ത യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിലും ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും ഭരണസ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രയേലി മാധ്യമങ്ങൾ വൻതോതിൽ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹം അത്യാസന്ന നിലയിലാണ് എന്നുമുള്ള ഇസ്രയേൽ ചാനൽ 14 പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്വാം നഗരത്തിലെ രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിലാണെന്നും ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം എന്നുള്ള തരത്തിലാണ് ഈ പാശ്ചാത്യ യഹൂദ മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുന്നത്. എന്നാൽ യുദ്ധക്കളത്തിൽ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഇറാൻ ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ഇസ്രയേൽ നടത്തുന്ന പതിവ് മനഃശാസ്ത്ര യുദ്ധമുറ മാത്രമാണിതെന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുൻപ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനിയുടെ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത മുജ്തബ ഖമേനിയെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന
ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ വാക്കുകളെ ഇസ്രയേൽ വളച്ചൊടിക്കുകയായിരുന്നു. യുദ്ധസമയത്ത് പരമോന്നത നേതാവിന്റെ സുരക്ഷ മുൻനിർത്തി ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ കർശനമായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോളുകളെയാണ് ഈ രോഗവിവരമായിട്ട് ശത്രുക്കൾ ചിത്രീകരിക്കുന്നത്. തങ്ങളുടെ പുതിയ നേതാവ് റഷ്യയുടെ സുരക്ഷിതമായിട്ടുള്ള പ്രതിരോധ വലയത്തിലാണ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുൻ പ്രസ്താവനകളെ പോലും മറന്നുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഇത്തരം ഒരു കള്ളക്കഥയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. യുദ്ധമുഖത്ത് പതറി നിൽക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന് താൽക്കാലിക ആശ്വാസം നൽകാൻ വേണ്ടിയാണ് അവരുടെ സ്വന്തം ചാനലുകൾ ഇറാന്റെ ഉന്നത നേതൃത്വത്തിനെതിരെ ഇത്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഭരണകൂടം തലപ്പത്തെ ഇത്തരം വ്യാജ വാർത്തകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങളുമായിട്ട് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ കപ്പൽ വിലക്ക് വരും ദിവസങ്ങളിൽ അവർക്ക് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും താങ്ങാൻ കഴിയാത്തത്ര വലിയ തിരിച്ചടിയായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങൾക്ക് തങ്ങളുടെ ദേശീയ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും കൊണ്ട് മറുപടി നൽകാൻ ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ്. പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ വ്യാജ വാർത്താ നിർമ്മിതികളെ വകവെക്കാതെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക വ്യൂഹമായിട്ട് ഇറാൻ മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത്. ഈ പടിഞ്ഞാറൻ ശക്തികളുടെ ഭീഷണികൾക്കും ഇസ്രയേലിന്റെ വ്യാജ പ്രചാരണങ്ങൾക്കും മുന്നിൽ ഇറാൻ ഒട്ടും പതറുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഹോർമുസ് കടലിടുക്കിലെ പുതിയ നീക്കങ്ങളിലൂടെ പുറത്തു വരുന്നത്. യുദ്ധഭൂമിയിലെ നേരിട്ടുള്ള പരാജയങ്ങൾ മറച്ചുവെക്കാൻ ശത്രുക്കൾ മാധ്യമങ്ങളിലൂടെ കള്ളക്കഥ ചമയ്ക്കുമ്പോൾ തങ്ങളുടെ തദ്ദേശീയമായിട്ടുള്ള സൈനിക കരുത്തിലും നയതന്ത്രങ്ങളിലും ഉറച്ചു നിന്നാണ് ടെഹ്റാൻ മറുപടി നൽകുന്നത്. പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാന്റെ ഭരണകൂടം സായുധ സേനയും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിരോധ വ്യൂഹമാണ് രാജ്യത്തിന് ചുറ്റും തീർത്തിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിനും ഇസ്രയേലിന്റെ അധിനിവേശ രാഷ്ട്രീയത്തിനും മിഡിൽ ഈസ്റ്റിൽ ഇനി പഴയതുപോലെ ഏകപക്ഷീയമായിട്ട് മുന്നേറാൻ കഴിയില്ല എന്ന് ഈ ഒരു പുതിയ ലോകക്രമം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി സമാധാന ചർച്ചകളുടെ മറവിൽ ആക്രമണം തുടരുമെന്ന ഇരട്ടത്താപ്പ് നയം ഇനി ഇറാന് മുന്നിൽ വില പോവില്ല എന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിന് മനസ്സിലാക്കി കൊടുക്കാൻ ടെഹ്റാന് കഴിഞ്ഞിട്ടുണ്ട്. ഒമാനെ പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇറാൻ ഉയർത്തുന്ന ഈ ഒരു പ്രതിരോധം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി പൂർണ്ണമായിട്ടും മാറ്റിയെഴുതും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേൽ അച്ചുതണ്ടിന്റെ അപ്രമാദിത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ സൈനിക നയതന്ത്ര നീക്കങ്ങൾ മുന്നേറുന്നത്. ഉപരോധങ്ങളും വ്യോമക്രമങ്ങളും കൊണ്ട് ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ടെഹ്റാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഭീഷണികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക മേധാവിത്വവും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന ശക്തമായിട്ടുള്ള പ്രഖ്യാപനത്തോടെയാണ് ഈ ഒരു യുദ്ധമുഖം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇസ്രയേൽ തൊടുത്തുവിടുന്ന ഈ വ്യാജ പ്രചാരണങ്ങളും അല്ലെങ്കിൽ വ്യാജ വാർത്തകളും ഒന്നും തന്നെ ഇറാന് മുന്നിൽ വില പോകില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നീക്കങ്ങളും ഇറാന്റെ നടപടികളും വളരെ കൃത്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇറാനൊപ്പം കൈ ഓർത്തുകൊണ്ട് ഒമാൻ രംഗത്തെത്തുമ്പോൾ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയും ഇസ്രയേലും തമ്മിൽ പതനം അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളും നിലം പതിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങൾ ഇവർക്കൊപ്പം കൂടുകയാണെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്ന ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് ലോകത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. ഇനി അടിമപ്പണി ഒന്നും തന്നെ ട്രംപിന് നടത്താനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നടത്താനോ കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ ഒമാൻ ഒപ്പുവെച്ചുകൊണ്ട് കൈകോർക്കുമ്പോൾ ഗൾഫ് മേഖലയും കൂടി ഇവർക്കൊപ്പം ചേരുകയാണെങ്കിൽ പഴയതുപോലെ രാജ്യത്തെ പിടിച്ചു മാറ്റാം അല്ലെങ്കിൽ രാജ്യത്തെ പിടിച്ചെടുക്കാം, അവിടുത്തെ അധികാരം തട്ടിയെടുക്കാം, അവിടുത്തെ പണം തട്ടിയെടുക്കാം, അവിടുത്തെ പാടങ്ങൾ തട്ടിയെടുക്കാം എന്ന് മോഹിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ഇനി അമേരിക്ക അതിന് മുതിരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ IRGCയുടെ നീക്കങ്ങൾ വളരെ ശക്തമാകുമ്പോൾ ഇറാനും അതുപോലെ തന്നെ ഒമാനും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതിൽ മിണ്ടാതിരിക്കുമ്പോൾ അവിടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടാകുന്ന പ്രഹരം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്.